പ്രവാസി മരിച്ചു കഴിഞ്ഞാൽ ആ മൃതദേഹങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ചില കോലാഹലങ്ങളൊക്കെ പിന്നെ യുഎഇയിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ചില ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതാദ്യമായി ഉന്നയിച്ച ഷെരീഫാണ് എൻ്റെ കൂടെയുള്ളത്. ഷെരീഫ്, നിങ്ങൾ പിന്നെ ഈ ഒരു വിഷയം ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? ഒരു സുഹൃത്ത് എന്നെ അജ്മാൻ മുറൂറിൽ വെച്ച് കാണുക. അത് ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഞാൻ കാണുന്നതെങ്കിൽ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെടുകയുണ്ടായത്. എൻ്റെ ഒരു നാട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ പൈസ മോഷ്ടിച്ച്, ഒരു ചേന്നമംഗലൂർ സ്വദേശി. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കഥകൾ പറയാൻ അയാൾ എൻ്റെ അടുത്ത് വന്ന്, നീ പേടിക്കണ്ട, അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ സമാധാനിച്ച് വിട്ടതാ. 3 മണിക്കൂർ കഴിഞ്ഞ് മരിച്ചതിന് ശേഷം എന്നെ വിളിച്ച് ചോദിക്കണം എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. നാട്ടിൽ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നാട്ടിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വരും, ഞാൻ നിനക്ക് അജ്മാനിൽ ഇവിടെ ഫോറൻസിക് ഉണ്ട്, അതൊക്കെ എളുപ്പമാണ്. കാരണം ഈ ഗവൺമെൻറ് ഭയങ്കര സുതാര്യമാക്കിന് എല്ലായിടത്തും. അപ്പോൾ ഇവിടെ പോയാൽ ആ പേപ്പർ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പണി. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ 2 ആളും മെനക്കെട്ടാൽ മതി. ഒന്ന് അവിടെയും പോഞ്ഞോളി, ഒന്ന് ഇങ്ങോട്ട് ദുബായിൽ നിന്നോ ഒന്ന് ഇവിടെ നിന്നോ. അപ്പോൾ ഓരോ പെട്ടെന്ന് മരിച്ച് പിറ്റേന്ന് ആ പേപ്പർ കിട്ടുന്നു, അന്ന് തന്നെ ഓരോ ബോഡി കയറ്റി അയക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ വിചാരിക്കും ഒരുപാട് ആൾ വേണം, ഇത് ഇവരൊക്കെ പറഞ്ഞാലേ കിട്ടുള്ളൂ എന്ന്. ഇവിടുത്തെ ഗവൺമെൻറ് അത്രക്കും സുതാര്യമാക്കിയാണ്. ഇത് മരണമായതുകൊണ്ട് നമ്മൾ ക്യൂ പോലും നിൽക്കണ്ട. അതേപോലെ എംബസിയും, ഇപ്പോഴത്തെ ഇന്ത്യൻ എംബസി, ഇപ്പം എംബസിയിലുള്ള നല്ലൊരു ഓഫീസറും കൂടിയാണ് തലപ്പത്തുള്ളത്. ഏതോ 1-2 ഇവർക്ക് ഈ ഞാൻ എൻ്റെ ഭാഷയെ പറഞ്ഞ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് ആണ് ഞങ്ങളെ പ്രശ്നം തുടങ്ങുന്നത്. ഞാനത് പറഞ്ഞിട്ടു, ഇത്ര പൈസയേ ഉള്ളൂ, എനിക്കന്ന് 5000 ദർഹംസേ ആയിട്ടുള്ളൂ ഈ മയ്യത്ത് വിടാൻ. ഇതിൽ കൂടുതൽ പണം വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളതിന് നമ്മളടുത്ത് തെളിവുകളുണ്ടോ? അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരുപാട് തെളിവുകൾ നിങ്ങളെൻ്റെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് കണ്ടാൽ അറിയാം. 10000 ദർഹംസ്, 9000 ദർഹംസ്. ഈ മയ്യത്ത് തന്നെ ആയപ്പോഴേക്കും 18 ആൾ വിളിച്ച്, 18 ആളും ഫോൺ ചെയ്ത് ഞാൻ 9000-ന് വിട്ടുതരാം, ഞാൻ 8000 തന്നാൽ മതി. ഒരാൾ 10000 പറഞ്ഞ് 11,000 പറയുന്നത്. ഇത് കേട്ടപ്പോഴാണ് ഇതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇനിയുള്ള ഘട്ടത്തിൽ നമ്മുടെ ഒരു പ്ലാനിങ് എന്താണ്? ഇത്തരത്തിൽ ആളുകളെ എങ്ങനെയാണ് ബോധവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ എനിക്ക് പറയാനുള്ളത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടാണ്, തെളിവുകൾ നിങ്ങളെ മുന്നിൽ നിരത്തിക്കൊണ്ടാണ്. ഇപ്പോൾ അതായി ഞാൻ വിവരാവകാശം കൊടുത്ത് നോക്കുമ്പോൾ 1,42,00,000 സ്റ്റാർന്ന് പോകുന്നതാണ്. ഇവിടെ നിന്ന് ചാനലിൽ കുത്തിരുന്ന് ഞാൻ 1 ഉറുപ്യ വാങ്ങണില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നവനല്ല. ഒരു ബോഡി അറിഞ്ഞയച്ചാൽ, ഇപ്പം മെനയാന്നൊരു യൂട്യൂബിന് കൊടുത്ത ഇത് ഞങ്ങൾ കാണിച്ചു തന്ന് 4000 എനിക്ക് എംബസിയിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. 4000 എംബസിയിൽ നിന്ന്. ഇപ്പുറത്തുനിന്ന് മനുഷ്യന്മാരോട് വേറെ ഏത് മയ്യത്ത് ദുബായിൽ കിട്ടിയാലും അവിടെ നിന്ന് അങ്ങോട്ട് വിടൂല, നേരെ ഷാർജയിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അറേബ്യയിൽ പോയാൽ 1890 വിടൂല. എന്നിട്ട് ഒരു 3000-3500 ഏതൊക്കെ ഒരു കാർഗോ ഉണ്ട്. പിന്നെ ഓർക്ക് മയ്യത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ എയർ ഇന്ത്യൻ്റെ ലേറ്റ് ആക്കിയാളാ, ഇന്ന് വിടേണ്ടി നാളെ വിട്ടാളുക. ഇതൊക്കെ വളരെ മോശത്തരാ. അതൊന്നും ചെയ്യാൻ പാടില്ല. ഇത് മയ്യത്താണ്. നിങ്ങൾക്ക് ഇത് വിലപേശി പൈസ ഉണ്ടാക്കുന്നതായതുകൊണ്ട് നിങ്ങളെ മനസ്സ് മരവിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ പണി നിങ്ങൾ നിർത്തുക. അപ്പം ഏതായാലും പിന്നെ ഇത്തരത്തിലൊരു തർക്കം നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, മരിച്ചു കഴിഞ്ഞാൽ പോലും പ്രവാസിയുടെ ഡെഡ് ബോഡിക്ക് വരെ വില കൽപ്പിക്കുന്നില്ല എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിലും മുതലെടുപ്പുകൾ നടത്തുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്.